മംഗല്യൻ തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. സരസിന്റെ വാക്കുകൾക്ക് മുമ്പിൽ അശോകന്റെ മുഖത്തേക്ക് നോക്കി. ഈ ഭൂമിയിൽ ഈ അശോക ആർക്കെങ്കിലും മുമ്പിൽ തോറ്റു കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്നെ നീതിക്ക് വേണ്ടി മാത്രമായിരിക്കും സരസ്. തന്റെ ഇരു കൈകളും പോക്കറ്റിലേക്കിട്ട് തന്റെ ഓർമ്മകളിലേക്ക് എത്തി നോക്കി അശോക്. അശോക് എന്ന് വിളിച്ച് തന്റെ അടുത്തേക്ക് ഓടി വരുന്ന 5 വയസ്സുകാരുടെ മുഖം അശോകിന്റെ മുമ്പിൽ തെളിഞ്ഞു നിന്നു. തന്റെ കയ്യിലെ ക്യാമറ ഒന്ന് നേരെയാക്കി ചെറുപുഞ്ചിരിയോടെ നിധിയുടെ ഓർമ്മകളിൽ നിൽക്കുന്ന അശോകിനെ നോക്കി സരസ്. അശോക് തിരിഞ്ഞു നോക്കി. കൊള്ളാം, നിധിയോർത്ത് പുഞ്ചിരിച്ചിരിക്കുന്ന എന്റെ അശോകിന്റെ മുഖം. തന്റെ ക്യാമറയിൽ അശോകിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു സരസ്. നീ എന്തിനു വേണ്ടിയാ സരസ് നീ പാഷൻ മാറ്റി വെക്കുന്നത്? അശോക്, നിന്നെ പോലെ എനിക്ക് ബിസിനസ് ഒരു ലഹരിയല്ല. ബട്ട് ഈ ക്യാമറ അതെനിക്കൊരു ലഹരി തന്നെയാ. പക്ഷേ കൈലാസത്തിലെ രാജവർമ്മ ഗുപ്തയുടെ മകൻ വേറൊരു ഫോട്ടോഗ്രാഫറാണെന്ന് അവർക്ക് അപമാനമാണെന്ന് അച്ഛൻ്റെ വാക്ക് മുമ്പിൽ അത് വേണ്ടെന്ന് വെച്ചു. എന്നാൽ ഇതെന്റെ പാഷനിലേടാ. ഇതുപോലെ ആരും കാണാൻ കൊണ്ടുനടന്നോളാം ഞാൻ. നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ നീ ആരെയും ഭയക്കേണ്ട സരസ്. അതൊക്കെ ശരിയാ. എന്നാലും വേണ്ട, ഞാൻ കാരണം രാജവർമ്മ ഗുപ്തയുടെ അഭിമാനത്തിന് തൽക്കാലം കോട്ടൊന്നും വരണ്ട. ഒരു ചിരിയോടെ പറഞ്ഞ് സരസ് തിരിഞ്ഞോ കാണുന്നു കുറച്ചകലെ സ്റ്റെയർ കയറിയിരുന്ന ശിവയാണ്. ശിവാങ്കി, പേര് പോലെ ആളും കൊള്ളാലേടാ അശോക്. പറയുന്നതോടൊപ്പം ഒരു ചിരിയോടെ അവിടെ ഫോട്ടോ തന്നെ ക്യാമറയിൽ പടർത്തി സരസ് പറയുന്ന കേട്ട് സംശയത്തോടെ അശോക് അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി. നടന്നു വരുന്ന ശിവയെ കണ്ട അവന് ദേഹമാകെ നുരഞ്ഞു കയറി. പിന്നെ കണ്ടാലും മതി, ഒരു പുച്ഛത്തോടെ പറഞ്ഞു അശോക്. അതിന് നീ നോക്കണ്ട, നിന്റെ കണ്ണിൽ ഇപ്പോഴും ഭംഗിയ 5 വയസ്സായിരിക്കല്ലേ. നിധി നിന്റെ മുമ്പിൽ വന്ന് നിന്നാലും ഇവൾക്ക് അടുത്തേക്ക് എത്തുന്നു തോന്നില്ല. ഇനഫ് സരസ്, എന്റെ നിധി ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആൾക്കൊരു ലേബലുണ്ട്, നിധി അശോക് ഗുപ്ത. ഹോ എന്റെ ബൊനോ, ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും മതിയാക്കണോ നിന്റെ ഫോട്ടോ. എത്രയൊക്കെ നീ ഫോട്ടോ എടുത്ത് ഒളിപ്പിക്കാൻ നോക്കിയാലും അവളൊരു ലോ ക്ലാസ് ബെഗർ തന്നെയാ, യൂസ്ലെസ്. ഒരു പുച്ഛത്തോടെ അവൾ ദൂരെ നിന്ന് തുറച്ചു നോക്കി തന്റെ മുറിയിലേക്ക് പോയി അശോക്. എടാ നിധി കുമ്പമേ, ഇങ്ങനെയൊക്കെ പറയുന്ന നീ തന്നെ ഇനി നിധിയെ വേണ്ട ശിവാങ്കി നടക്കുമോനെ. നമ്മൾ സിനിമയിലും കഥകളിലൊക്കെ കാണുന്ന പോലെ. ഒരു ചിരിയോടെ സരസ് അശോകിന്റെ പുറകിൽ നിന്ന് പറഞ്ഞതാണെങ്കിലും അടുത്ത നിമിഷം സരസ് ചുമലിൽ ചേർന്ന് ശ്വാസം എടുക്കാൻ കഴിയാതെ അശോകിന്റെ കൈകൾ കിടന്ന് പിടഞ്ഞു. സരസ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി നിന്റെ വായിൽ നിന്ന് ഇത്രയും വാക്കുകൾ വന്നാ. അശോകിന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ചുവന്നു തുടുത്ത അവന്റെ കണ്ണുകളും അവന്റെ വലിഞ്ഞു മുറുകിയ ഞരമ്പുകളും കാണെ സരസ് പതി അവന്റെ കൈകളിൽ പിടിച്ചു. അശോകിന്റെ കൈകളാഞ്ഞതും സരസ് ഒന്ന് ചുമച്ചുകൊണ്ട് പതിയെ ശ്വാസമെടുത്തു. എടാ കാല, ഹോ നീ ഇപ്പൊ എന്നെ കൊന്നേനല്ലടാ. അറിയാതെ നാവ് പിഴച്ചു പോയതാനിയാ. ഇനി ഒരിക്കലും ഞാൻ ഇതുപോലൊന്നും പറയില്ല. അവൾക്ക് വേണ്ടി നീ ഇപ്പൊ ഒരു കൊലപാതകം നടത്തിയേനെ, അതും സ്വന്തം സഹോദരൻ. ഹോ തലകുടഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു സരസ്. അശോക് അവനെ തുറിച്ചു നോക്കി ബാൽക്കണിയിലേക്ക് പോയി. ശിവ ഡ്രസ് ചേഞ്ച് ചെയ്ത് താഴേക്ക് പോയി. അവിടെ എല്ലാവരുടെയും കൂടെ പാട്ടും ഡാൻസും ഒപ്പം ആവണിയുടെ അവിടെയുള്ള സുഹൃത്തുക്കളെയും കസിൻസിനെയും എല്ലാം പരിചയപ്പെട്ടു. അവരോടെല്ലാം ശിവയും കൂട്ടുകാരും പെട്ടെന്ന് തന്നെ കൂട്ടായിരുന്നു. ദുർഗ എത്ര വിളിച്ചിട്ടും ശിവ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവളെ പോകാൻ സമ്മതിച്ചാ ഞാൻ ചെയ്ത് തെറ്റ്. എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നു, സമയം 11 കഴിഞ്ഞു, എന്നിട്ടൊന്ന് വിളിച്ചോ? ഇല്ല. എന്നാ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കോ? അതും ഇല്ല. ദേഷ്യത്തോടെ ഫോൺ ഓഫ് ചെയ്ത് ബെഡിലേക്ക് ഇട്ട് പറഞ്ഞു ദുർഗ. എന്റെ ദുർഗേ, നീ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞുകൊള്ളാതെ. അതൊരു കല്യാണ വീടാ. ചിലപ്പോൾ ഫോൺ അടിക്കുന്ന ബാളും കൊണ്ട് കേൾക്കുന്നുണ്ടാവില്ല. അതും അല്ലെങ്കിൽ ഫോൺ ബാഗിലാവാം. നീ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാണ്ട. അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം. പിന്നെ അവൾ ഒറ്റക്കല്ലല്ലോ, കൂട്ടുകാരൻ നമ്മുടെ ശങ്കരനുണ്ട്. ആ നിങ്ങളല്ലെങ്കിൽ അവളെ ന്യായീകരിക്കാനല്ലേ വാ തുറക്കൂ. ഇങ്ങ് വരട്ടെ, എന്തായാലും ഇനി 3 ദിവസം കൂടി അല്ലേ ഉള്ളൂ. ആരോടെന്നില്ല പറഞ്ഞു ദുർഗ ഫോൺ മേശപ്പുറത്തേക്ക് വെച്ച് കിടന്നു. സത്യം ദുർഗയുടെ ദേഷ്യവും ഭാവവും കണ്ട ഒരു ചിരിയോടെ നോക്കി ബെഡിലേക്ക് കിടന്നു. പാട്ടും ഡാൻസെല്ലാം തീർന്ന് കിടക്കാനെത്തിയപ്പോഴേക്കും മണി 1 ആയിട്ടുണ്ട്. ശിവ താഴേക്ക് പോയപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല. തിരികെ റൂമിലെത്തി നോക്കിയതും 20 മിസ്ഡ് കോൾ. എല്ലാം അമ്മായിയാണ്. അതല്ലാതെ വേറെ ഒരു 4 മിസ്ഡ് കോൾ ഉണ്ട്. അത് ദേവേട്ടൻ്റെയാണ്. എന്താ ചേച്ചി ഫോൺ നോക്കിയിരിക്കുന്നേ? അമ്മ വിളിച്ചോ? വിളിച്ചോന്നോ? 20 മിസ് കോളുണ്ട് അമ്മായിയുടെ. ഇനി എന്തായാലും രാവിലെ വിളിക്കാം. മോൻ ചെന്ന് അവിടെ കൂടെ പോയി കിടന്നോ. രാവിലെ താഴേക്ക് ഇറങ്ങുമ്പോൾ അമ്മായിയെ വിളിക്കാം. ശരി ചേച്ചി, അപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് ശങ്കരൻ കാർത്തിയുടെ അരണിൻ്റെ അടുത്തേക്ക് പോയി. ഒന്ന് കുളിച്ച് ഫ്രഷായ ഒരു 3/4 ഇട്ടു ശിവ. ജൂഹിയും ഋതികയും ബെഡ് കണ്ടപാടെ കിടന്നിട്ടുണ്ട്. ശിവക്കെന്തോ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് ബാൽക്കണിയിലേക്ക് ചെന്ന് ശിവ പെട്ടെന്ന് എന്തോർത്ത പോലെ തിരിഞ്ഞടന്ന് ബാഗ് എടുത്ത് അതിൽ നിന്നും മയിൽപ്പീലികൾ പുറത്തേക്ക് എടുത്തു. അതും എടുത്ത് ബാൽക്കണിയിലേക്ക് ചെന്ന് ആ മയിൽപ്പീലികളെ പതിയെ തലോടി. കുറച്ച് വർക്കുള്ളത് കൊണ്ട് ബാൽക്കണിയിലെ സെറ്റിൽ നിന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അശോക്. ബാക്കി രാവിലെ ചെയ്യാൻ നീതി ലാപ്ടോപ്പ് അടച്ചൊന്ന് കൈകൾ മുകളിലേക്ക് കോർത്ത് നിവർത്തി. ചുറ്റിനും ഒന്ന് മിഴികൾ പായിച്ച് അവന്റെ കണ്ണുകളിൽ എന്തോ ഒന്ന് ഉടക്കിയ പോലെ
കുറച്ചകലെ ഒരു ബാൽക്കണിയിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് തിരിഞ്ഞിൽക്കുന്നുണ്ട്. അവളുടെ മുഖം വ്യക്തമായില്ല അവന്. അങ്ങിങ്ങായി കാണുന്ന വെളിച്ചത്തിലെ ഒരു മങ്ങിയ പ്രകാശത്തിൽ അവളുടെ കയ്യിലെ മയിൽപ്പീലുകളിലേക്ക് നോക്കി അവൻ. ഒരു നിമിഷം തന്റെ കൈകളിൽ നിന്ന് താഴേക്ക് വീണ മയിൽപ്പീലുകൾ അതെടുത്ത് ബാഗിലേക്ക് വെച്ച പെൺകുട്ടിയെ ഓർത്ത് അവൻ അല്പനേരം ആരാണെന്ന് നോക്കിയെങ്കിലും അവളുടെ മുഖം വ്യക്തമായില്ല അവന്. പിന്നെ അത് കാര്യമാക്കാതെ ലാപ്ടോപ്പ് എടുത്ത് ബാഗിലേക്ക് വെച്ച് അതിൽ നിന്നൊരു ചെറിയ ഡയറി പുറത്തേക്ക് എടുത്തു. പണ്ട് സരസ് എടുത്തിരുന്ന ഇരുവരെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും മയിൽപ്പീലിക്കിടയിലൂടെ താൻ വരച്ച തന്റെ നിധിയുടെ ചിത്രത്തിലേക്കും നോക്കി നിന്നു. ബീൻ ബാഗിലിരുന്നുകൊണ്ട് അത് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവളുടെ ചെറിയ ഓർമ്മകളിലൂടെ തന്റെ മിഴികൾ അടച്ചു അശോക്. അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഫ്രഷായി ഒരു ജീനും ടോപ്പ് എടുത്തിട്ട് ശിവ, ചേച്ചി റെഡിയായപ്പോഴേക്കും ശങ്കരന്റെ വിളി പുറത്തുനിന്ന് കേൾക്കായിരുന്നു. ജോയി ചെന്ന് ഡോർ തുറന്നു. ഹായ്, ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ് ഡാ ശങ്കരൻകുട്ടി. ശിവേച്ചി, അമ്മയെ വിളിച്ചോ? ഇല്ലടാ, നീ വന്നിട്ട് വിളിക്കാന്ന് കരുതി. ദേ എന്റെ ഫോൺ അവിടെ ചാർജിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് എടുത്തേ. ശങ്കരൻ ചെന്ന് അവിടെ ഫോൺ എടുത്തുകൊണ്ട് വന്നു. ദാ ചേച്ചി, നീ വിളിച്ചോടാ? വേണ്ട, ചേച്ചി വിളിക്ക്, ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരിക്കാം. ശങ്കരൻ പറയുന്ന കേട്ടൊന്ന് മൂളിക്കൊണ്ട് ശിവാന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ദുർഗയ്ക്ക് വിളിച്ചു. റിങ് ചെയ്യുന്ന കേട്ടും ശങ്കരൻ വേഗം സ്പീക്കർ ഓൺ ചെയ്തു. ഹലോ അമ്മായി, എവിടെ ആയിരുന്നേടി നീ? ഇന്നലെ രാത്രി 11 മണിക്ക് വിളിച്ചിട്ട് പോലും നീ ഫോൺ എടുത്തില്ല. എൻ്റെ അമ്മായി ചൂടാവല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ആകെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ബഹളമായിരുന്നു. അതാ അമ്മായി വിളിച്ചപ്പോൾ ഒന്നും കേൾക്കാഞ്ഞത്. ആഹാ, ഓരോ ന്യായങ്ങൾ പറയാൻ നീ അല്ലെങ്കിലും പിടിക്കുകയാണല്ലോ. അമ്മായി സത്യം ഞാൻ പറയുന്നത്. ആ ആയിക്കോട്ടെ, എന്നിട്ട് നിങ്ങളിപ്പോൾ വല്ലതും കഴിച്ചോ? ഇല്ല അമ്മായി, ഞങ്ങൾ താഴേക്ക് വന്ന് നിൽക്കുക, ഇപ്പോൾ റൂമിലാ. ആ അല്ല, പിന്നെ നീ ഏത് ഡ്രസ്സ് ഇട്ടേക്കുന്നത്? ഞാൻ വാങ്ങിച്ചത് ചുരിദാറല്ലേ? ദുർഗ ചോദിക്കുന്നുണ്ട്. ശിവ തന്നെ ഒന്നാകെ നോക്കി. ശങ്കരൻ വാപുതി ചിരിക്കുന്നുണ്ട്. എന്താടി നീ ഒന്നും മിണ്ടാത്തേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ശിവ? ആ ഉണ്ട്, കേൾക്കുന്നുണ്ട് അമ്മായി. ദേ ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടേക്കുന്നത്. ഇനി താ ചേച്ചി പറഞ്ഞുകൊണ്ട് ശങ്കരൻ ശിവയിൽ നിന്ന് വേഗം ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി. അമ്മയുടെ സെലക്ഷൻ പറയാതിരിക്കാനല്ലേ, അമ്മ ചേച്ചിക്ക് പുതുതായിട്ട് വാങ്ങിച്ച ചുരിദാർ അതാ ഇന്നലെ ചേച്ചിട്ടിരുന്നു. ഓ എൻ്റെ അമ്മേ, എല്ലാവരും കണ്ണുപിടിച്ച് നോക്കിയായിരുന്നു. അതിന്റെ ഭംഗിയുണ്ട്. ഇപ്പൊ അതൊന്ന് കാണണം. എപ്പോഴും അതെ ഭംഗിയാ. അതുകൊണ്ട് ഇപ്പൊ രാവിലെ കുളിയുണ്ട് ചേച്ചി അതിനെ ഇട്ടേക്കുന്നത്. ഇന്ന് മഞ്ഞൾ ഹെൽത്തി അല്ലേ, എല്ലാവരും മഞ്ഞയാ. ഇനി ഇതൊക്കെ ഇട്ട് ഡാൻസ് പാട്ട് പറയാൻ വാക്കുകളില്ല അമ്മ. ആ മതി മതി, അമ്മയുടെ മോൻ ചേച്ചിയെ വിളിപ്പിക്കാൻ നന്നായിട്ട് കഷ്ടപ്പെടണ്ട. പറഞ്ഞ പോലെ അടക്കത്തിൽ ഒതുക്കത്തിൽ ഇരിക്കാൻ പറ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് തട്ടിക്കയറി മാറുന്നവളുടെ സ്വഭാവം അത് അവിടെ വെച്ച് കാണിക്കേണ്ടത് പറഞ്ഞേക്ക്. ഇല്ലമ്മ, ചേച്ചിയുടെ പക്ക ഡീസന്റാ. ചേച്ചിയെ പോലെ പാവത്തെ ഞങ്ങളാരും കണ്ടിട്ടില്ലെന്നാ ഇവിടെ എല്ലാവരും പറയുന്നേ. അങ്ങനെ അവൾക്ക് നന്ന്. എന്നാ വെക്കുക. ആ പിന്നെ ആ ഫോൺ അവളോട് കൈ തന്നെ പിടിക്കാൻ പറ. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഇന്നലത്തെ പോലെ ഫോൺ എടുത്തില്ലെങ്കിൽ അപ്പൊ ഇതുപോലെ ആയിരിക്കില്ല. ഒരു ബസ് കയറി എനിക്ക് അങ്ങോട്ട് എത്താവുന്ന ദൂരേ ഉള്ളൂ. പറഞ്ഞേക്ക് നിന്റെ ചേച്ചിയോട്. ശരിയമ്മേ, ഫോൺ കൈ തന്നെ വെച്ചേക്കാം. ആ ശരിയെന്നാ. ഫോൺ കട്ട് ചെയ്തും പുറകിലൊരു പൊട്ടിച്ചിരിയാണ്. ശിവയും ശങ്കരൻ തിരിഞ്ഞു നോക്കി. അരുണും കാർത്തിയും ഡോറിൽ ചാരി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, ചേച്ചിക്ക് പറ്റിയ അനി. ഡാ സത്യം പറടാ, എവള് ഇന്നലെ ഇട്ട മഞ്ഞ ചുരിദാർ ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട്? ഇന്നലെ എന്തായിരുന്നു ഇവിടെ സംഭവിച്ച്? നേരം വെളുത്തപ്പോ അനിയൻ ചേച്ചിയെ പുകഴ്ത്തി പറയുന്ന കേട്ടോടാ കാർത്തി. ഇന്നലെ ആ ഗുപ്തിന്റെ മുമ്പിൽ നടന്നൊക്കെ ഇവളുടെ അമ്മായി കണ്ട ഇവളെ കാലേ തൂക്കി എറിഞ്ഞു കാണും. ചേട്ടന്മാർ കളിയാക്കണ്ട, എന്റെ ചേച്ചിയുടെ അടുത്തൊരു തെറ്റുമില്ല. കണ്ടോ ചേച്ചിക്ക് പറ്റിയ കൂട്ട് തന്നെ. ആ ആകോട്ടെ, നിങ്ങൾ റെഡിയായില്ലേ? ഇവിടെ എന്തൊക്കെയോ ചടങ്ങടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ അടുത്തുള്ള ഏതോ വലിയ ക്ഷേത്രത്തിലേക്ക് പോവാ. അതുകൊണ്ട് നമുക്ക് ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ രാത്രിയല്ലേ, ഭാഗ്യ ടപ്പാങ്കൂത്ത്. അപ്പോഴേക്കും തിരിച്ചു വരാം. ഇല്ലേതേ മറ്റന്നാൾ കൂടെ കഴിഞ്ഞാൽ വിവാഹം കഴിയും. പിന്നെ ഈ പിശാചിന്റെ അമ്മായി വല്ല അടക്കിരുന്ന് നിന്നാ വിവാഹം കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തൊന്നും നടന്നു വരില്ല. അതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഒന്ന് കറങ്ങി വരാം. ബാംഗ്ലൂർ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു തീർക്കാം. എല്ലാവരും വാ. ഒരു 10 മിനിറ്റ്, ഞാൻ അപ്പോഴേക്ക് റെഡിയാവും. ഋതികാരുണ്യെ നോക്കി പറഞ്ഞു. എന്നാലും റെഡിയായി വാ, ഞങ്ങൾ 3 നാൾ താഴെ ഉണ്ടാവും. ആ പിന്നെ ആവണിയുടെ കസിൻ മിഥുൻ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടില്ലേ, അവരും കൂടെ ഉണ്ട്. അവൻ്റെ കയ്യിൽ ഒരു അടിപൊളി താറുണ്ട്. ഞാൻ നമുക്ക് പുറത്തു പോകാൻ തരുമെന്ന് ചോദിച്ചാൽ ആള് സമ്മതിച്ചു. പിന്നെ അവന് വരാമെന്ന് പറഞ്ഞു. അവനോട് മൊത്തം അറിയാം. അപ്പം നമുക്കൊരു കൂട്ടാവും. അത് നന്നായി. എന്നാൽ നിങ്ങൾ ചെല്ല്, ഞങ്ങൾ വരാം. ശിവ പറഞ്ഞ അരുണും കാർത്തിയും ശങ്കരൻ താഴേക്ക് പോയി. അശോക്, നീ എങ്ങോട്ടോ പോകുന്നത്? സരസ്, അയൺ ഹില്ലിൽ വെച്ച് വർമാജിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനതിന് പോവാം. നീ വരുന്നുണ്ടോ? എന്തിനറിയാം, ഞാൻ വന്ന് നിന്നെ വർമ്മയുടെ വായിൽ നോക്കിയിരിക്കാനോ? നീ ചെല്ല്. അപ്പോൾ വൈകിട്ട് മീറ്റിംഗില്ല അശോക്? ഉണ്ട്, അത് ഷെറാട്ടോൾ വെച്ച്. അത് നമ്മുടെ പുതിയ ടെൻഡറിൻ്റെ മീറ്റിംഗാണ്. ഞാൻ വൈകിട്ട് കൂടെ വരാം. ഇപ്പം നീ പോക്കോ. ഓക്കെ ബൈ. കയ്യിൽ തൻ്റെ വെള്ളി ബ്രേസ്ലെറ്റ് കെട്ടിക്കൊണ്ട് സരസിനെ നോക്കി പറഞ്ഞു. ശേഷം തന്നെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വന്ന ശിവയും ജൂഹി ഋതികയും ചുറ്റും നോക്കി. ആമാരെ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ പുറത്ത് വണ്ടി കാത്തുനിന്നുണ്ടാവും. താറ് കണ്ടാൽ പിന്നെ അമ്മമാരുടെ ത്രില്ല് പറയാനുണ്ടോ? നിങ്ങൾ നമുക്ക് ഗേറ്റിനടുത്ത് നിന്ന് നോക്കാം പറഞ്ഞുകൊണ്ട് ശിവ അവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ ആ വീട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ശിവ. പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ ദൂരേക്ക് നോക്കി നിന്നു. വാ ശിവ, ആമാരുതേ അവിടെയുണ്ട്. ജൂയി വിളിച്ചൊന്നും ശിവ അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ നോട്ട് അപ്പോഴേക്കും ദൂരേക്കായിരുന്നു. ശിവ വിളിച്ചുകൊണ്ട് അവളെ പിടിച്ചു വലിച്ചു ഋതിക. എന്നാൽ അപ്പോഴേക്കും ദൂരേക്ക് നോക്കി നിൽക്കുന്നവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൾ നോക്കുന്നിടത്തേക്ക് നോക്കി ഋതിക. അത് അയാളല്ലേ?
എന്തായിരുന്നു പേര്? അശോക് ഗുപ്ത. അശോക് ഗുപ്ത, അതന്നെ. എന്താ മോളെ അങ്ങനെ നോക്കിക്കുന്നേ? സംഭവം സ്വഭാവം പക്ക പോക്കാണെങ്കിലും ആള് നല്ല ഹോട്ടാണല്ലോ ശിവ. ഒരു ചിരിയോടെ കാറിലേക്ക് കയറുന്ന അശോകിനെ നോക്കി പറഞ്ഞു ഋതിക. നീ ആ ചക്രവർത്തിയുടെ ഹോട്ട് നോക്കിന്നോ? ഞാൻ നോക്കിയത് അയാളെ മാത്രമല്ല, ആ കാറ് കണ്ടോ? ഇന്നലെ ഭാഗ്യത്തിനാ ഞാൻ ആ കാറ് തട്ടി ചത്തുപോകാതിരുന്നു. ഡീ ശരിയാ, അത് ആ കാറ് തന്നെയാ. ഇന്നലെ അപ്പോഴേ തോന്നിയാ ഏതൊരു അഹങ്കാരം പിടിച്ചവനാവാ വണ്ടിയിലെന്ന്. ഇപ്പൊ കണ്ടില്ലേ ആ അഹങ്കാരി. ശരിയായി കൊടുക്കാം, അങ്ങേർക്ക് സോറി പറയാൻ ക്ഷമ എന്താണെന്ന് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പുറത്തു പോയി വരാം, അപ്പോഴേക്കും ചക്രവർത്തി പുറത്തൊക്കെ പോയി വരട്ടെ. ഡീ ശിവ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഒന്നുമില്ല മോളെ, അങ്ങേർക്കിട്ട് എന്ത് പണി കൊടുക്കുന്നതിൽ കാത്തിരിക്കായിരുന്നു. പണത്തിന്റെ അഹങ്കാരം ചില്ലറയല്ല. അതുകൊണ്ട് വൈകിട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ അങ്ങേർക്കുള്ള പണിയും ഞാൻ കൊടുക്കുന്നുണ്ട്. വേണ്ട ശിവ, കഴിഞ്ഞു. അങ്ങനെ തന്നെ ഞാനും കരുതിയത്. പക്ഷെ ഇപ്പോഴും അങ്ങേര് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ ലോ ക്ലാസ് ആക്കി ചിത്രീകരിച്ച് അതങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകുന്നു കരുതിയ ഒരു ദിക. അയാൾക്കറിയില്ല ഈ ശിവ ആരാണെന്ന്. ഏതായാലും നീ വാ, നമുക്കിപ്പോൾ പുറത്തു പോയി ചില്ലായിട്ട് വരാം. ഒരു ചിരിയോടെ ശിവ മുന്നോട്ട് നടന്നു. ഋതിക തലക്കൈ കൊടുത്ത് ശിവയും തിരിഞ്ഞ് പുറകിൽ തിരിഞ്ഞു പോകുന്ന കാറിലേക്ക് നോക്കി നെടുവീർപ്പെട്ട് മുന്നോട്ട് നടന്നു. ഹായ്, അപ്പൊ നമുക്ക് പോവാം, ശിവ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. ആവേശത്തോടെ എല്ലാവരും താറിൽ കയറി യാത്ര തുടങ്ങി. ആദ്യം പോയത് ലാൽബാഗ് ബോട്ടണിക്കൽ ഗാർഡനിലേക്കാണ്. കുറെ ഫോട്ടോസ് എടുത്തിട്ട് മാക്സിമം പറ്റുന്ന പോലെയൊക്കെ അവരവിടെ എൻജോയ് ചെയ്തു. മെയിനായിട്ട് അവിടെ പൂക്കളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏക്കറുകളോളം പരന്നെടുക്കുന്ന ആ ഗാർഡൻ മുഴുവൻ അവർ ചുറ്റിക്കണ്ടു. ഇത് ഇവിടെ നിന്ന് നന്ദി ഹിൽസിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടോ? മിഥുനം നോക്കിക്കൊണ്ട് അരുൺ ചോദിച്ചു. ഇല്ല, ഒരുപാടൊന്നുമില്ലടാ, അങ്ങോട്ട് നമുക്ക് നാളെ പോവാം. ഈ ടൈമിനേക്കാൾ രാവിലെ പോകണം, അപ്പോഴാ ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ടാവുക. നീ ഫോണിലൊക്കെ കണ്ടിട്ടില്ലേ മേഘം മൂടി കിടക്കുന്ന പോലെയൊക്കെ? ഞാൻ കാണിച്ചു തരാം പറഞ്ഞു മിഥുൻ തന്നെ ഫോൺ എടുത്ത് ഒരിക്കലും അവനും കൂട്ടുകാരും പോയ ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ മോനെ, സംഭവം പൊളി. ഇത് നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഇതിലേറെ ഭംഗി തോന്നും. രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവും, നമുക്ക് അപ്പോഴേക്കും അവിടെ എത്താം. സൂര്യ ഉദിച്ചു വരുന്ന ടൈമിലൊക്കെ വല്ലാത്തൊരു ഭംഗിയായിരിക്കും. എന്നാൽ ഇനി നാളെ രാവിലെ അവിടെ പോയിട്ടുള്ളൂ ബാക്കി കാര്യം. അതെ, നാളെ രാവിലെ മേന്തി ചടങ്ങ് നടക്കും മുമ്പ് നമുക്ക് അവിടെ പോയി വരാം. അരുൺ പറയുന്നതിനോട് ചോദിച്ച് ജോഹിയും ശിവയും പറഞ്ഞു. ഓക്കെ, എന്നാൽ അങ്ങനെ ആവട്ടെ. ഇവിടുന്ന് ഇറങ്ങി നമുക്ക് ഇനി ബാംഗ്ലൂർ പാലസിലേക്ക് പോവാം. മിഥുൻ പറയുന്നതിനോട് എല്ലാവരും ഓക്കെ പറഞ്ഞു. തനിക്ക് പരിചയമുള്ള അടുത്തുള്ള ഇടങ്ങളിലേക്കെല്ലാം മിഥുൻ അവരെയും കൂട്ടി പോയി. ആദ്യമായി ഇത്രയും ദൂരെ യാത്ര ഈ കാഴ്ചകളെല്ലാം ശങ്കരനും ശിവക്കും പുതിയ അറിവും അനുഭവങ്ങളുമായിരുന്നു. ചേച്ചി, എന്ത് രസാലേ ഇതുപോലെയൊക്കെ പോവാൻ. അമ്മ ഒന്നിനും സമ്മതിക്കില്ല, അതുകൊണ്ടല്ലേ ഇത്രയും കാലം ഈ കാഴ്ചകളൊന്നും നമ്മൾ കാണാണ്ടിരുന്നത്. അതെന്താ ശങ്കരൻകുട്ടി, ഇപ്പൊ കണ്ടില്ലേ, ഇനി നമ്മൾ പോകും വേറെ ഒരുപാട് സ്ഥലങ്ങൾ. നിന്റെ ചേച്ചിക്ക് ഒരു ജോലിയൊക്കെ ആവട്ടെ മോനെ, ശിവ അവനെ നോക്കി ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു. പോവും, ചേച്ചിയും ദേവേട്ടനും. അല്ല, ഞങ്ങൾ കൊണ്ടുപോകും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ദേവേട്ടൻ്റെ കൂടെ അല്ലേ പോവാ? ഞാൻ മിണ്ടായി. നിന്റെ ദേവേട്ടൻ അതിന് ആര് കല്യാണം കഴിക്കുന്നു? അപ്പൊ ചേച്ചി അമ്മയോട് പറഞ്ഞോ? നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അമ്മായിക്കല്ലേ നിർബന്ധം, എനിക്കാണോ? ചേച്ചി അപ്പൊ ദേവേട്ടൻ. എന്റെ ശങ്കരൻകുട്ടി ദേ നോക്ക്, പുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്, നീ ഇപ്പൊ അതെല്ലാം നോക്ക്, ബാക്കിയെല്ലാം പിന്നെ. ശിവ അതും പറഞ്ഞ് പുറത്തേക്ക് നോക്കിയതും ശങ്കരൻ ശിവയെ നോക്കിക്കൊണ്ട് മിഴികൾ പുറത്തേക്ക് പായിച്ചു. ഇത് സമയം 2 മണി കഴിഞ്ഞു, നീ ഏതായാലും കടയിൽ നിർത്ത്, വയസ്സിനായിട്ട് കണ്ണു കാണുന്നില്ല. ശരിയാ കാർത്തി, എനിക്ക് വിശക്കുന്നുണ്ട്. കാർത്തി നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു. എവിടെ പോണോ? നല്ല 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ഡാടാ, 5 സ്റ്റാർ ഹോട്ടലിൽ പോകാൻ നിന്നെപ്പോലെ അമ്പാനിയല്ല ഞങ്ങൾ. ഒരു വൃത്തിക്ക് നല്ല ആന കിട്ടുന്ന വല്ല ചെറിയ കടയും മതി. മിഥുൻ കണ്ണും തള്ളി പറയുന്ന അരുണിനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറം ഒരു കടയുണ്ട്, മലയാളി ഫാമിലിയാണ് നടത്തുന്നത്. ഈ വലിയ വണ്ടികളിൽ ലോഡും കൊണ്ട് വരുന്നവരൊക്കെ സ്ഥിരം അവിടെയാണ്, ടൗൺ ഏരിയ അല്ല. ഇടയ്ക്കൊക്കെ ഞാനും ഫ്രണ്ട്സ് പോകും, ഫുഡ് നല്ല ടേസ്റ്റ് ചെയ്യാം. എന്നാ നോക്കേണ്ട വിട്ട മോനെ. അപ്പോൾ ഓക്കെ, പോവാ. മിഥുൻ ആ കട ലക്ഷ്യമാക്കി വണ്ടിയെടുത്തു. അല്പനേരത്തെ യാത്ര കഴിഞ്ഞതും അവൻ പറഞ്ഞ കടക്കുമ്പിലെത്തി. എൻ്റെ ഈശ്വര, ഇപ്പോഴൊന്ന് ശ്വാസം വീണ്. ടൗണിൽ ഫുള്ള് ശബ്ദം, ഒരു കലവിലെയും ബ്ലോക്കും. ഇവിടെ കുറച്ച് ശുദ്ധവായു ശ്വസിച്ച ഫീലുണ്ട്. അരുൺ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. ചേട്ടാ, ഊണുണ്ട് ചേട്ടാ? മിഥുൻ ഉറക്കെ കടയിലേക്ക് വിളിച്ച് ചോദിച്ചു. എന്നൊരു 6 ഊണെടുക്കേട്ടാ. കടക്കാരൻ മിഥുനെയും ബാക്കിയുള്ളവരെ നോക്കി ചിരിച്ചുകൊണ്ട് വേഗം ഭക്ഷണം എടുത്തു. മലയാളികളാണല്ലേ? ചേട്ടന് മനസ്സിലായില്ലേ? ഇവനിവിടെ ഇടയ്ക്ക് വരുന്ന പയ്യനാ, അവിടെ ഇടയ്ക്കൊക്കെ മലയാളികളായ കൂട്ടുകാരെയും കൊണ്ട് വരും. അങ്ങോട്ടേക്ക് ഇരുന്നോളൂ. അയാൾ ഇരിക്കാനുള്ള സീറ്റ് കാണിച്ചു കൊടുത്ത് ഊൺ പ്ലേറ്റ് കൊണ്ട് വെച്ചു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം തന്നെ കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത്. 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. നീ ശിവ, ഇത് കഴിച്ചിട്ട് വിളിക്കാം. നിന്റെ അമ്മായി വേറെ പണിയൊന്നുമില്ലേ? ഞാൻ വിളിച്ചിട്ട് വരാം. ഇനി ഫോൺ എടുക്കാരുന്ന എറണാകുളത്തേക്ക് വരുന്നു പറഞ്ഞേക്കുവാ. സബാഷ്, നീ പോയി ഫോൺ എടുത്ത് സംസാരിക്കുക. ഇനി നിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ആ കിളവി എറണാകുളത്തേക്ക് ബസ് കയറി നിന്നെ തെരഞ്ഞ് പോകണ്ട. ശിവയും കഴുകി കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സൈഡിലേക്ക് മാറിയെന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഫോൺ എടുത്താൽ ചിലപ്പോൾ അമ്മായിയുടെ ബ്രേക്കില്ലാതെ സംസാരം എല്ലാവരും കേൾക്കുന്ന രീതിയാണ് ശിവ മാറിയെന്ന്. ഹലോ അമ്മായി, എന്താടി ഫോൺ എടുക്കാൻ അത്ര താമസം? അതമ്മായി, ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ കൈ കഴുകി ഫോൺ എടുത്തേപ്പിക്കും വൈകിയതാ. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞോ? ഇല്ല അമ്മായി. എന്നാ കഴിച്ചോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതാ.
നീ എന്താ ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? നീ വിളിച്ചോന്ന് ചോദിച്ചാൽ അവൻ വിളിച്ചിരുന്നു. ഈ പെണ്ണെ, നീ പറഞ്ഞ 6 മാസം അത് കഴിഞ്ഞ് നിന്റെ കഴുത്തിൽ താലിയിട്ടാൻ പോകുന്നവൻ അവൻ. അത് നീ മറക്കണ്ട. മര്യാദക്ക് അവനെ വിളിച്ച് സംസാരിച്ചേക്ക്. അവനും കൂടി പറഞ്ഞിട്ടാ നിന്നെ ഈ 4 ദിവസം ഞാൻ വിട്ട്. അത് ഓർത്തോ? ഞാൻ വിളിച്ചോളാം അമ്മായി. വിളിച്ചോളാന്നല്ല, വിളിക്കണം. ഫുഡ് കഴിഞ്ഞ് ഉടനെ അവനെ വിളിച്ചേക്കണം. ഞാൻ വിളിച്ച് ചോദിക്കും. ആ അമ്മായി, ഞാൻ വിളിച്ചോളാം. എന്നാ പോയി കഴിച്ചിട്ട് പറഞ്ഞ പോലെ ചെയ്യ്. ഒന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ച് ശിവ. ഇതേ സമയം മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ റെഡ്ഡിയുടെ വീട്ടിലേക്ക് പോയായിരുന്നു അശോക്. കയ്യിലെ ഫയൽ മടക്കി വെച്ച് പുറത്തേക്ക് നോക്കിയതും കുറച്ച് ദൂരം മുന്നിലായി ഫോൺ വിളിച്ചു കൊടുക്കുന്ന ശിവയെ കണ്ടതും അവന്റെ മിഴികളൊന്ന് കുറുകി. ഡ്രൈവർ. അശോകിന്റെ വിളിയിൽ ഡ്രൈവർ കാർ നിർത്തി അവൻ സംശയത്തോടെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.